വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രക്ഷിക്കപ്പെടണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. റോമർ 10:1 സഹോദരന്മാരെ, ഇസ്രായേൽ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും ദൈവത്തോടുള്ള പ്രാർത്ഥനയും. മുകളിൽ പറഞ്ഞ വാക്യം അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ഇസ്രായേൽ ജനം കർത്താവ് തിരഞ്ഞെടുത്ത ഒരു ജനതയായിരുന്നു. അവർ ദൈവത്തിന്റെ സുഹൃത്തായ അബ്രഹാമിന്റെ പിൻഗാമികളായിരുന്നു. അവർ ന്യായപ്രമാണവും വാഗ്ദാനങ്ങളും സ്വീകരിച്ച ജനങ്ങളായിരുന്നു. ദൈവത്തോടുള്ള തീഷ്ണതയ്ക്ക് പേര് കേട്ടവരായിരുന്നു. ഈ വംശത്തിൽ നിന്നാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്നത്. എന്നിരുന്നാലും രക്ഷകൻ അവരുടെ സ്വന്തം വംശത്തിലൂടെ വന്നെങ്കിലും അവർ അവനെ സ്വീകരിച്ചില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ സ്വീകരിച്ചില്ലെന്ന് യോഹന്നാൻ 1:11 കാണപ്പെടുന്നു. യഹൂദന്മാരിലൂടെയാണ് ജാതികളായ നമുക്ക് രക്ഷ ലഭിച്ചത്. അവരിൽ നിന്നാണ് നമുക്ക് തിരുവെഴുത്തുകൾ ലഭിച്ചത്. എന്നിട്ടും അവരിൽ പലരും ഇന്ന് യേശുവിനെ നിരസിക്കുകയും ആത്മീയ പോരാട്ടത്തിലും കഷ്ടപ്പാടിലും തുടരുകയും ചെയ്യുന്നു. വിജാതീയരുടെ അപ്പോസ്തലനായ പൗലോസിനെ തിരഞ്ഞെടുത്തു. ക്രിസ്തുവിനെ കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ദൂരദേശങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുകയും കർത്താവിന്റെ വചനം പ്രസംഗിക്കുകയും ചെയ്തു. അദ്ദേഹത്തിലൂടെ ദൈവം നിരവധി ശക്തമായ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. എന്നിരുന്നാലും പൗലോസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരുന്നു: തന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ രക്ഷിക്കപ്പെടണം. ദൈവത്തിന് അദ്ദേഹം നിരന്തരം അർപ്പിച്ചിരുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഇതായിരുന്നു. ഫാദർ ബെർഗമൻസ് ഒരിക്കൽ കണ്ണുനീരോടെ പറഞ്ഞു, എന്റെ കത്തോലിക്ക ജനം രക്ഷിക്കപ്പെടണം, അവരുടെ കണ്ണുകൾ തുറക്കപ്പെടണം. അതുപോലെ ഇസ്ലാമിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു സഹോദരൻ ഒരിക്കൽ ശുശ്രൂഷ പ്രവർത്തനത്തിനായി ഞങ്ങളുടെ ഓഫീസിൽ വന്നു പറഞ്ഞു, എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹവും ദൈവത്തോടുള്ള എന്റെ പ്രാർത്ഥനയും എന്റെ ജനമായ ഇസ്മായേലിയർ, അതായത് മുസ്ലിങ്ങൾ രക്ഷിക്കപ്പെടണമെന്നാണ്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം. കത്തോലിക്കക്കാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. മുസ്ലിങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അതിനപ്പുറം രക്ഷകനെ ഇതുവരെ അറിയാത്ത ഓരോ വ്യക്തിക്കും വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മൾ സ്വയം രക്ഷിക്കപ്പെട്ടാലും നമ്മുടെ മക്കളോ സഹോദരന്മാരോ കർത്താവിന്റെ വരവിൽ കാണാതെ പോയാലും അത് എത്ര ദാരുണമായിരിക്കും. നോഹയുടെ കാലത്ത് പെട്ടകത്തിനു വേണ്ടി മരം മുറിച്ചവരും അതിൽ പണിയെടുത്തിരുന്ന മരപ്പണിക്കാരും കീൽ ഉപയോഗിച്ച് മുദ്രയിട്ടവരും ഉണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് പെട്ടകത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഇത് കാണുന്നത് നോഹയ്ക്ക് വളരെ ഹൃദയഭേദകമായിരിക്കണം. ദൈവമക്കളെ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും മാത്രമല്ല, നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരും രക്ഷിക്കപ്പെടണം. അതിനായി നമുക്ക് പ്രയാസപ്പെടാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 തീമോഥെയോസ് 2:4 സകല മനുഷ്യരും രക്ഷിക്കപ്പെടുകയും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇത് നല്ലതും സ്വീകാര്യവുമാണ്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ശമൂവേൽ 14-15 വൈകുന്നേരം ലൂക്കോസ് 17 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.